അപ്പൊ ഇത് ഏതെങ്കിലും ആൾക്കാർക്കില്ല അല്ല, നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ഈ ജീവിതത്തിന്റെ ഭാഗമാണ് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യന് സമാധാനവും സമാശ്വാസവും നൽകാനാണ്. നബിയോട് അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് നഅലമു അന്നക യളീഖു സദറുക ബിമാ യഖൂലൂൻ. നബിയെ, എനിക്കറിയാം ഇവർ നിന്നെക്കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നിമിത്തം നിന്റെ മനസ്സ് വല്ലാതെ ഇടങ്ങേറാകുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. നീ നിന്റെ റബ്ബിനെ സ്തുതിക്കുക, അവരെ പ്രകീർത്തിക്കുക, നീ സാഷ്ടാംഗം ചെയ്യുന്നവരിൽ ഉൾപ്പെടുക. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വരുന്നത് വരെ നീ ആരാധന നിരതനായി കഴിച്ചു കൂട്ടുക എന്ന് അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ദിക്റുകളും ദുആകളും നിസ്കാരങ്ങളും സുജൂദുകളും എല്ലാം മനസമാധാനത്തിനും ആശ്വാസത്തിനും ഉള്ളതാണ് എന്നല്ലേ ആ വചനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ചില വചനങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ ഇത്തരം ചില സന്ദർഭങ്ങളിലൊക്കെ സുഹൃത്തുക്കളെ ആ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരും, പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി പകരും.